ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വിവി എൻ്റർടൈൻമെൻ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഗ്രാൻഡ് വിറ്റാരയാണ്. അപ്പോൾ ഇത് ഗ്രാൻഡ് വിറ്റാരയുടെ ഒരു സെക്കൻഡ് വേരിയൻ്റ് ആണ്. ഈ ഒരു വേരിയൻറ്റിലാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു ബേസ് മോഡലായിട്ട് ഈ ഒരു വേരിയൻറ്റ് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. ജസ്റ്റ് വേരിയൻസ് എന്ന് പറയാം, സിഗ്മ, ഡെൽറ്റ, സീറ്റ, ആൽഫ എന്നിങ്ങനെയാണ് വേരിയൻസ് പോകുന്നത്. അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു വേരിയൻറ്റ്, ഈ ഒരു വാഹനത്തിൽ തന്നെ നമുക്ക് സ്മാർട്ട് ഹൈബ്രിഡ് വാഹനം വരുന്നത് ഏകദേശം 26-27 കിലോമീറ്റർ റേഞ്ചിൽ മൈലേജ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസിൽ കിടക്കുന്ന സമയത്ത് ഈ ഒരു ഞാൻ പറഞ്ഞ ഇത് മാനുവലിലും ഉണ്ട്, ഓട്ടോമാറ്റിക്കിലുണ്ട്. മാനുവൽ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 14,70,000 ഓൺ റോഡ് വരുന്നത്. ഇതിന് ഓട്ടോമാറ്റിക് ആണെങ്കിലോ 16,50,000 രൂപയും ഈ ഒരു വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഈ ഒരു വാഹനം നമുക്കൊരു 70,000 രൂപ റേഞ്ച് ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. 8 വർഷത്തേക്ക്, മാനുവലിൻ്റെ കാര്യമാണ് പറയുന്നത്. 8 വർഷമാണ് ഫിനാൻസ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 19,300 റേഞ്ചിലൊക്കെ ആയിരിക്കും EMI വരുന്നത്. അതൊരു ഏകദേശ കണക്കാണ്. നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് EMIക്കകത്ത് വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ വരും. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയാണ്. 8 വർഷം വരെ തിരിച്ചടവ് കാലാവധിയുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിന് നിങ്ങൾ പഴയ വാഹനമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 20,000 രൂപ എക്സ്ചേഞ്ച് ബോണസ് കൂടി നിങ്ങൾക്ക് ബെനിഫിറ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് പറയാനായിട്ടൊന്നുമില്ല. പിന്നെ വെയിറ്റിംഗ് പീരീഡ് ഒന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇനി നമുക്ക് ഫീച്ചേഴ്സിലേക്ക് കിടക്കാം. ഓവറോൾ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് ഇതൊരു സെക്കൻഡ് വേരിയൻ്റ് ആണെങ്കിൽ പോലും ഒരു ടോപ്പ് എൻഡ് വാഹനം കാണുന്ന അതേ ഒരു പ്രതീതിയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനിങ്ങിൽ മാരുതി നൽകിയിട്ടുള്ളത്. അത്രത്തോളം ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷനിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു ഗ്രില്ലിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള ആ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് ആയാൽ പോലും അതുപോലെ പ്രൊജക്ട് ടൈപ്പ് ഹെഡ്ലാമ്പ് നൽകിയിട്ടുള്ളത് കാണാം. അപ്പോൾ നമുക്ക് ഓരോന്നിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഗ്രില്ലിലേക്ക് വരാം. ആ ഒരു ഗ്രില്ല് നോക്കുന്ന സമയത്ത് പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഗ്രില്ലിൽ തന്നെ ക്രോം ട്രീറ്റ്മെൻറ്റ് ആണ്, നല്ല രീതിയിൽ തന്നെ വലുപ്പത്തിലാണ് നൽകിയിട്ടുള്ളത്. സുസുക്കിയുടെ ലോഗോ നോർമലി നൽകിയിട്ടുള്ളതിനെക്കാട്ടി കുറച്ചുകൂടി വലുപ്പത്തിലാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. എയർഡാം യൂണിറ്റിന് ഒരുപാട് വലുപ്പം വരുന്നില്ല, കാരണം ഗ്രില്ലിന് അത്രത്തോളം വലുപ്പത്തിലാണ് ചെയ്തേക്കുന്നത്. താഴ്ഭാഗത്തായിട്ട് സ്കെട്ടിങ് നൽകിയിട്ടുള്ളത് കാണാം. അത് നല്ല രസമാണ്, ടോപ്പ് എൻഡ് വാഹനം കാണുന്ന പോലെ തന്നെ. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലേക്ക് സമയത്ത് ആ DRL അതുപോലെ ടേൺ ഇൻഡിക്കേറ്ററൊക്കെ ഈ ഒരു പോർഷനിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. അത് 3 സ്ലാട്ട് എന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. ഹെഡ്ലാമ്പിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാം പ്രൊജക്ട് ടൈപ്പാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹെഡ്ലാമ്പ് നൽകിയിട്ടുള്ളത്. പിന്നെ ഹുഡിൻ്റെ പോർഷനിലേക്ക് നോക്കിയാൽ ഒരുപാട് ക്യാരക്ടർ ലൈൻസ് അങ്ങനെ ഒരുപാട് നൽകിയിട്ടില്ല, എന്നാൽ അത്യാവശ്യം ലൈൻസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. വാഷർ നോസിലൊക്കെ കാണാത്ത രീതിയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് ആ ഒരു ഫ്രണ്ട് പോർഷൻ നോക്കുന്ന സമയത്ത് ഒരു ടോപ്പ് എൻഡ് വാഹനം എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ. അത്യാവശ്യം പ്രീമിയം രീതിയിൽ തന്നെ ആ ഒരു വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ കമ്പനി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ലെങ്ത് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. 4345 mm ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നത്. 1795 mm വിക്തും 1645 mm ഹൈറ്റും 210 mm ഗ്രൗണ്ട് ക്ലിയറൻസും 2600 mm വീൽ ബേസും വരുന്നുണ്ട്. അപ്പോൾ 2600 mm വീൽ ബേസ് വരുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. മോശമല്ലാത്ത രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ക്യാരക്ടർ ലൈൻസ് വരുന്നത് നോർമലി മാരുതി വാഹനങ്ങൾ വരുന്നത് പോലെയല്ല. ഈ ഒരു വാഹനത്തിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്യാരക്ടർ ലൈൻസ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്താലും ക്യാരക്ടർ ലൈൻസ് വരുന്നുണ്ട്. പിന്നെ ആ ഒരു ബ്ലാക്ക് ക്ലാഡിംഗ് ഉണ്ട്. ഈ ഒരു SUV ടൈപ്പ് വാഹനങ്ങൾ കാണുന്ന ബ്ലാക്ക് ക്ലാഡിംഗ് ഇതിൻ്റെ ചുറ്റും പോയിട്ടുള്ളതായിട്ട് കാണാം. പിന്നെ ഈ ഒരു വേരിയൻറ്റിൽ തന്നെ കീലെസ് എൻട്രി ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ തന്നെ ആ ഒരു ഫീച്ചർ നൽകിയിട്ടുള്ളത്. ഗ്ലാസിന് ഒരുപാട് വലുപ്പമൊന്നും വരുന്നില്ല, നോർമലി വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് വലുപ്പത്തിൽ അത് ഡിസൈൻ ചെയ്തിട്ടില്ല. ഈ ഒരു പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ മിററിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. അത് ഈ ഒരു ഇങ്ങനെയുള്ള വാഹനങ്ങൾ വരുന്നതാണ്. റൂഫ് റെയിൽ വരുന്നില്ല എനിക്ക് തോന്നുന്നു. അക്സസറീസ് ആയിട്ട് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത് അത് ആഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സൈഡ് പ്രൊഫൈലായിട്ട് പറയാനായിട്ടൊന്നുമില്ല. ഈ ഒരു പോർഷനിലായിട്ട് ചെറിയൊരു ഗ്ലാസ് ഏരിയ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ഗ്ലോസി ഫിനിഷ് കൂടി ഈ ഒരു പോർഷനിലായിട്ട് കമ്പനി നൽകിയിട്ടുണ്ട്. ടയറിലേക്കൊന്നും നടക്കാം. അപ്പോഴത്തെ ടയറാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. 4 ടയറിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് നമുക്ക് അവൈലബിൾ ആണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. സേഫ്റ്റി വൈസ് നോക്കുന്ന സമയത്ത് വീൽ കപ്പാണ് ഉപയോഗിക്കേണ്ടത്. അലോയ് വീൽ അവൈലബിൾ അല്ല. ടയർ സൈസ് വരുന്നത് 215/60R17 ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ടയർ പ്രൊഫൈൽ കമ്പനി നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ടയറൊക്കെ ഓരോ വാഹനത്തിലും ഓരോ രീതിയിലാണ്. ടയർ സൈസ് അല്ല, അത് ബ്രാൻഡ് വരുന്നത് ചിലപ്പോൾ ഓരോ വാഹനത്തിലും ഓരോ രീതിയിലായിരിക്കും വരാൻ സാധ്യതയുള്ളത്. വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പോർഷനിൽ പറയേണ്ടതൊന്നുമില്ല. അവിടെ നിന്ന് റിയർ സൈഡിലേക്ക് വരാം. LED ടൈലാം യൂണിറ്റാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത്. ഗ്രാൻഡ് വിറ്റാറ എന്നൊരു ബാഡ്ജിങ് ഈ ഒരു പോർഷനിൽ പ്ലേസ് ചെയ്തു. അതുപോലെ ഇവിടെയൊക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. സുസുക്കിയുടെ ലോഗോ വരുന്നുണ്ട്. D4 ലൈൻ വരുന്നുണ്ട്. ഷാർപ്പിന് ആൻഡിൽ നൽകിയിട്ടുള്ളത് കാണാം. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് അവൈലബിൾ ആണ്. റിവേഴ്സ് ക്യാമറ നൽകിയിട്ടുള്ളത് കാണാൻ കണ്ട. ഈ ഒരു പോർഷനിൽ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. റിവേഴ്സ് സെൻസർ അവൈലബിൾ ആണ്. ഈ ഒരു ക്ലാഡിംഗ് ഒക്കെ നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു പോർഷനിൽ നമുക്ക് ആ ലൈറ്റിങ്ങിൻ്റെ ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. റിവേഴ്സ് ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ആ ഒരു പോർഷനിലായിട്ടാണ് നൽകിയത്. ലോക്കൊന്ന് അഴിച്ചോട്ട്. മാറിൻ്റെ വാഹനങ്ങളുടെ പ്രത്യേകം നിങ്ങൾക്ക് അറിയാം. ചില സമയത്ത് സത്യം പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്.
കാരണം വീൽ കപ്പ് ഈ ഒരു പോർഷനിലായിട്ട് ഇട്ടിട്ടുണ്ട്. വീൽ കപ്പ് നമ്മൾ വാഹനത്തിൽ ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു പോർഷനിലായിട്ട് കമ്പനി സ്പെയർ ടയർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മോശമില്ലാത്ത രീതിയിൽ ബൂട്ട് സ്പേസ് അവൈലബിൾ ആണ്. ഏകദേശം 373 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. പാഴ്സൽ ട്രേ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വേരിയൻറ്റിൽ ചാർജിങ് സോക്കറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു പോർഷനിലേക്ക് വന്നേ, ഇവിടെയായിട്ട് നമുക്ക് ചാർജിങ് സോക്കറ്റ് നൽകിയിട്ടുണ്ട് കമ്പനി 12 വാട്ട്സിൻ്റെ. അതുപോലെ ലൈറ്റ് കൂടി നമുക്ക് അവൈലബിൾ ആണ്. 60/40 സ്പ്ലിറ്റിംഗ് വരുന്നുണ്ട് സീറ്റിന്. അപ്പോൾ വേണ്ടുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി നൽകിയിട്ടുണ്ട്. വേറെ കാര്യങ്ങളൊന്നുമില്ല. റിയർ സൈഡിൽ പറയാം. നേരെ നമുക്ക് അകത്തേക്ക് വരാം. അകത്തേക്ക് വരുന്ന സമയത്ത് ഇതാണ് വാഹനത്തിൻ്റെ ഡോർ പാഡ്. 4 ഡോർ പവർ വിൻഡോ അവൈലബിൾ ആണ്. മിറർ ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഡോർ ലോക്ക് അൺലോക്ക് അതിൻ്റെ ഒരു കൺട്രോൾ അവിടെയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൂടി അവൈലബിൾ ആണ്. സോഫ്റ്റ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 2 കളറിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു ഡോർ പാഡിൽ നൽകിയിട്ടുള്ളത്. കാണാം, ഒരു ഗ്ലോസി ഫിനിഷും ക്രോൺ ട്രീറ്റ്മെൻറ്റും വരുന്നുണ്ട്. അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. ഏറ്റവും അത്യാവശ്യം വരുന്നൊരു ഫീച്ചറാണ് ഈ ഒരു സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. അതുപോലെ തന്നെ കണ്ടോ, സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഈ ഒരു പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. പിന്നെ റെഡ് പെഡൽ വരുന്നുണ്ട്. അത് കാല് വെച്ച് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ഡാഷ്ബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. സീറ്റ് സ്റ്റാൻഡ് പുറത്ത് ഇട്ടുകൊണ്ട് അകത്തേക്ക് വരാം. അകത്തേക്ക് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ. നല്ലപോലെ നോക്കിയോ, കണ്ടോ, നല്ല പ്രീമിയം രീതിയിൽ തന്നെയാണ് ഈ ഒരു വേരിയൻറ്റിൽ ഡാഷ്ബോർഡ് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ള. അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വേരിയൻറ്റിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കീ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ കീ വരുന്നത്. കണ്ടോ, നോർമലി മാരുതിയുടെ വാഹനങ്ങളിൽ വരുന്ന ഒരു സെയിം കീ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. കുറച്ച് പ്രീമിയം ക്വാളിറ്റിയിൽ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തോട്ട്. ജസ്റ്റ് സ്റ്റിയറിംഗ് ഒന്ന് നേരെയാക്കാം. ഓക്കെ, പോണ്ട. ഇതൊരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണെന്ന് പറഞ്ഞു. പാഡൽ ഷിഫ്റ്റ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു വേരിയൻറ്റിൽ. സ്റ്റീറിംഗിൽ തന്നെ കൺട്രോൾസും കാര്യങ്ങളും വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ഫിനിഷിംഗ് നമ്മൾ രണ്ടാമത് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്തതാണ്. ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ നോർമലി നമ്മൾ മാരുതിയുടെ വാഹനങ്ങളിൽ കണ്ടിട്ടുള്ള ആ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിട്ടുള്ളത്. ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസിയൊക്കെ നമുക്ക് അതിനുള്ളിൽ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുപോലെ ഇൻഫോർമേഷൻ സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് റിവേഴ്സ് ക്യാമറ ഓൾറെഡി നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു വേരിയൻറ്റിൽ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം. ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു വ്യൂ നൽകിയിട്ടുള്ളത്. റിവേഴ്സ് ക്യാമറ ഇടുന്ന സമയത്ത് 360 ഡിഗ്രി ക്യാമറ നമുക്ക് ഈ ഒരു പോർഷൻ ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ അല്ല. പിന്നെ ഓവറോൾ നോക്കുന്ന സമയത്ത് 2-3 കളറിൻ്റെ കോമ്പിനേഷനാണ്. ഇതൊരു ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്, ഒരു ഗ്ലോസി ഫിനിഷ് ഇവിടെ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ വേറൊരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. അത്യാവശ്യം വരുന്ന കളർ കോമ്പിനേഷനൊക്കെ നൽകിയിട്ടുണ്ട്. മോശമല്ലാത്ത രീതിയിൽ സ്റ്റോറേജ് സ്പേസ്, ആ ഒരു AC വെൻ്റിൻ്റെ ഡിസൈനൊക്കെ നൽകിയിട്ടുള്ളത് കാണാം. കുറച്ച് താന്നിരിക്കുന്ന രീതിയിൽ അതിന് ചുറ്റും ആ ഒരു പോർഷനിൽ തന്നെയാണ് ഹസാർഡിൻ്റെ കൺട്രോൾ നൽകിയിട്ടുള്ളത്. അതിന് ചുറ്റും നമുക്ക് ആ ഒരു ഗ്ലോസി ഫിനിഷ് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് വരുന്നത്. ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഒക്കെ കൺട്രോൾ ആ ഒരു പോർഷനിലാണ് നൽകിയിട്ടുള്ളത് കാണാം. USB സ്ലോട്ട് നൽകിയിട്ടുണ്ട്. മോശമല്ലാത്ത രീതിയിൽ സ്റ്റോറേജ് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. അത് സെൻട്രൽ പോർഷനിലേക്ക് പോകുന്ന സമയത്ത് നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് നൽകി. അതുപോലെ ആംബ്രസ്റ്റ് അവൈലബിൾ ആണ്. സീറ്റിൻ്റെ ഒരു കളർ തീമൊക്കെ നോക്കിയാൽ നല്ല പ്രീമിയം രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. ടോപ്പിലേക്ക് പോകുന്ന സമയത്ത് മിറർ നമ്മൾ മാനുവലി കൺട്രോൾ ചെയ്യണം. ഓട്ടോ ഡിമ്മിംഗ് അല്ല. 2 ലൈറ്റ് വരുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ മിറർ അവൈലബിൾ ആണ്. ഇവിടെയും നമുക്ക് മിറർ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊന്ന് ഓവറോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊരു സെക്കൻഡ് വേരിയൻറ്റ് വാഹനമാണെന്നൊന്നും ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാനൊന്നും സാധിക്കില്ല. കാരണം അത്രത്തോളം ഫീച്ചേഴ്സ് ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി നൽകിയിട്ടുണ്ട്. ഇനി ഇവിടെ തന്നെ നേരെ നമുക്ക് റിയർ സൈഡിലേക്ക് കയറി അവിടെ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ റിയർ സൈഡിലെ ഡോർ പാഡിൻ്റെ ഒരു വ്യൂ വരുന്നത്. മോശമില്ലാത്ത രീതിയിൽ സ്റ്റോറേജ് സ്പേസും പവറിൻ്റെ കൺട്രോൾ കളർ കോമ്പിനേഷൻസും ഒക്കെ വരുന്നുണ്ട്. 3 ഹെഡ് റെസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അത് ഞാൻ എടുത്ത് പറയാം. പാഴ്സൽ ട്രേ വരുന്നതുകൊണ്ട് സാധനങ്ങൾ വെക്കാനും എടുക്കാനും എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ സ്കൂപ്പ് രീതിയിലുള്ള സീറ്റ് ഡിസൈനിങ്ങും അതുപോലെ ഈ ഒരു പോർഷനിലൊക്കെ ആയിട്ട് സ്റ്റോറേജ് സ്പേസ് കൂടി കമ്പനി നൽകിയിട്ടുണ്ട്. റിയർ AC വെൻ്റ് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. താഴ്ഭാഗത്തായിട്ട് 2 ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. ആ ഒരു പോർഷനിൽ സ്റ്റോറേജ് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. വേറെ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. ആംബ്രസ്റ്റ് ജസ്റ്റ് കാണിച്ചു തരാം. ക്ലിപ്പിട്ട് വെച്ചേക്കുവാണ് ഒന്ന് എടുത്തത്. ഓക്കെ, അത് ക്ലിപ്പിട്ട് വെച്ചേക്കുവാണ്. തൽക്കാലം നമുക്കത് എടുക്കുന്നതിന് കുറച്ച് പാടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. വേറെ ടോപ്പിൽ നമുക്ക് ഈ ഒരു പോർഷനായിട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയും നമുക്കൊരു ലൈറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അത് ഈ ഒരു സീൽ ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പോർഷനിലൊന്നും പറയാനായിട്ടൊന്നുമില്ല. അത്യാവശ്യം ഫീച്ചേഴ്സോട് വരുന്ന ഒരു വാഹനമാണ്. ഇനി എഞ്ചിനോട് നോക്കാം. ഇനി നമുക്ക് എഞ്ചിനിലേക്ക് കിടക്കാം. എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത്
നമുക്ക് 1500cc എഞ്ചിൻ തന്നെയാണ് വരുന്നത്. എന്നിരുന്നാലും പവർ ഫിഗേഴ്സിനകത്ത് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ടോപ്പിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു പ്യൂർ ഹൈബ്രിഡിൽ നമുക്ക് ശകലം പവറിനകത്ത് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ഞാൻ ഈ നോർമലി വരുന്ന എഞ്ചിൻ്റെ കാര്യം പറയാം. 1490cc 1462cc ആണ് നോർമലി വരുന്ന എഞ്ചിൻ്റെ പവർ. ഇത് എഞ്ചിൻ സ്പെക്ക് വരുന്നത് 101.64 HP 136.8 Nm ടോർക്കുമാണ് വരുന്നത്. ഏകദേശം 21.11 km എഞ്ചിനാണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. ഇനി നമുക്കിനി പ്യൂർ ഹൈബ്രിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 1490cc ആണ് നമുക്ക് വരുന്നത്. 91.18 bhp 122 Nm ടോർക്കുമാണ് വരുന്നത്. ഏകദേശം 27.97 km റേഞ്ചിൽ കമ്പനി ആ ഒരു വേരിയന്റിന് മൈലേജ് അവകാശപ്പെടുന്നുണ്ട്. അത്രയുമാണ് എഞ്ചിൻ സ്പെക്കിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ എഞ്ചിൻ നമ്മൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതൊരു താഴ്ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് ചെറിയൊരു കവറിങ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പൊടിയിൽ നിന്ന് അടിച്ച് കയറാതിരിക്കുന്നതിന് വേണ്ടി കംപ്രസറൊക്കെ ഒന്ന് കംപ്രസറും അതുപോലെ തന്നെ നമ്മുടെ ആ റേഡിയേറ്ററും കണ്ടൻസറൊക്കെ ഒന്ന് സേഫ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് രീതിയിൽ നൽകിയിട്ടുണ്ട്. നല്ല സ്പേസും നമുക്ക് അവൈലബിൾ ആണ്. ഇൻസുലേഷൻ നൽകിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമുക്ക് ആ ഒരു എഞ്ചിൻ സ്പെക്കിനെ കുറിച്ചൊക്കെ പറയാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, താഴെ നമ്പർ നൽകിയിട്ടുണ്ട്. കണ്ണൻ എന്നാണ് നമ്മുടെ ചേട്ടൻ്റെ പേര്. കണ്ണൻ ചേട്ടനെ വിളിച്ചാൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.